ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം കരയറ്റുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടതും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് തന്ന ഒരു ചെറിയ ഭാഗത്തിലേക്ക് കടക്കുന്നു. ദൈവപ്രസാദമുള്ളതിനെ മെനഞ്ഞെടുക്കുന്ന ദൈവകരം, ഇതാവട്ടെ ഇന്നത്തെ ഭാഗത്തിൻ്റെ തലക്കെട്ട്. ഞാങ്ങണപ്പെട്ടകത്തിൽ ഒഴുകി നടന്ന മോശ എന്ന എബ്രായ അടിമശിശു ആ രാജ്യത്തെ വിറപ്പിക്കുന്ന നേതാവും പ്രവാചകനുമായി മാറിയത് എങ്ങനെയാണ്? സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ തള്ളിയ യജമാനത്തി ലൈംഗികാരോപണം ഉന്നയിച്ച് ജയിലിലടച്ച യോസേഫ് പ്രധാനമന്ത്രിയാകുമെന്ന് ആരെങ്കിലും ചിന്തിച്ചുവോ? അഹരോസ് രാജാവിൻ്റെ കാലത്ത് മൊർദെഖായി എടുത്തു വളർത്തിയ എസ്തേർ എന്ന അനാഥയായ പെൺകുട്ടി രാജ്ഞിയാകുമെന്ന് ആരെങ്കിലും കരുതിയോ? ദൈവപ്രസാദത്തിൻ്റെ അദൃശ്യകരം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ അനുകൂലത ഒരു വ്യക്തിയുടെ മേൽ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ തക്കതായ ഒരു മാനപാത്രമായി അവിടുന്ന് പണിതുയർത്തും. ദൈവത്തിന് അവിടുത്തെ വിലയേറിയ നിക്ഷേപങ്ങളെ അവരിൽ പകരുകയും അവർ അനേകർക്ക് അനുഗ്രഹമാവുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന ദൈവം അവിടുത്തെ അൻപേറിയ കരങ്ങൾ കൊണ്ട് മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്തു. അതെ, ഇന്നും ആ ദൈവത്തിൻ്റെ അദൃശ്യ സ്പർശം തിരഞ്ഞെടുക്കപ്പെട്ട ചിലരിലുണ്ട്. മോശയെയും യോസഫിനെയും എസ്തേറിനെയും ഒരുക്കിയെടുത്ത കരമാണിത്. ദൈവപ്രസാദമുള്ളവരിലേക്ക് ചിലത് ദൈവത്തിന് പകരണം. ആ പകർച്ചയ്ക്കായി അവിടുന്ന് നിങ്ങളെ മെനഞ്ഞ് ഒരുക്കി മാനപാത്രമാക്കുന്നു. ഇരമ്യാവ് പറയുന്നു, ദൈവമാണ് നമ്മെ മെനയുന്ന കുശവൻ, നാം അവിടുത്തെ കയ്യിലെ കളിമണ്ണാണ്. യഹോവയിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഇരമ്യാവ് 18:1-6 വരെയുള്ള ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു. നമ്മെ മെനഞ്ഞെടുക്കുവാൻ കുശവൻ കർമ്മനിരതനാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വളരെ വിശിഷ്ടമായ ഒരു പദ്ധതിയും ലക്ഷ്യവും ഉണ്ടെന്നും ആ പദ്ധതിയും ലക്ഷ്യവും നിറവേറേണ്ടതിന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നുവെന്നും നാം തിരിച്ചറിയണം. ഇരമ്യാവ് കുശവന്റെ ശാലയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കയ്യും കെട്ടി കിടന്നുറങ്ങുന്ന ഒരു കുശവനെ അല്ല കാണുന്നത്, മറിച്ച് കർമ്മനിരതനായിരിക്കുന്ന ഒരു കുശവനെയാണ് കണ്ടത്. ചക്രത്തിൻ്റെ മേൽ വിരലുകൾ ചലിപ്പിക്കുന്ന, പൊട്ടിത്തകർന്നു പോയതിനെയും വീണ്ടും പണിയുന്ന, പുനഃസൃഷ്ടിക്കുന്ന കൈയുടെ പ്രവർത്തനമാണ് അവിടെ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കുക. സാഹചര്യങ്ങൾ നിമിത്തമോ രോഗങ്ങൾ നിമിത്തമോ സാമ്പത്തിക പ്രതിസന്ധികൾ നിമിത്തമോ വ്യക്തികൾ നിമിത്തമോ ഭാവി ഇരുളടഞ്ഞു കിടക്കുന്നത് നിമിത്തമോ മറ്റേതെങ്കിലും വിഷയങ്ങൾ നിമിത്തമോ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ അറിയുന്ന ദൂത് ഹൃദയത്തിൽ കുറിച്ചിടുക. 24 മണിക്കൂറും ഉറങ്ങാതെ മയങ്ങാതെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ചീത്തയായി പോയതിനെയും പണിതുയർത്തുന്ന ഒരു കരം ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ മേൽ ചലിക്കുന്നുണ്ട്. ചക്രത്തിന്മേലുള്ള കുശവന്റെ കൈപ്പണി പോലെ നാമും കർത്താവിൻ്റെ കൈപ്പണിയാണ് എന്ന സമാന ചിന്ത അപ്പോസ്തലനായ പൗലോസ് പങ്കുവയ്ക്കുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. കുശവൻ ദൈവമാണ്. കുശവന്റെ ചക്രത്തിലിരിക്കുന്ന മണ്ണ് നാമാണ്. ഈ അടിസ്ഥാന ചിന്ത മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് വേണം തുടർന്ന് വചനം ധ്യാനിക്കുവാൻ. ഈ ആത്മീയ യാത്രയിൽ ഞങ്ങളോടൊപ്പം കൂടിയതിന് നന്ദി. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.